ഇപ്പോൾ നമ്മളാ ഈ ജാഥ വന്നല്ലോ, എന്താണ് ആശാ വർക്കേഴ്സിൻ്റെ ആ ജാഥ വന്നപ്പോൾ ആ ജാഥയിൽ പങ്കെടുക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റിയിൽ പോയിരുന്നു ഞാൻ. ഒരു സഹോദരി എനിക്കൊരു വീഡിയോ കാണിച്ചില്ല, ആരോ അവർക്ക് അയച്ചു കൊടുത്ത ബഹുമാനപ്പെട്ട PWD മന്ത്രിയുടെ ഷർട്ടുകൾ. അദ്ദേഹം മന്ത്രിയായ 2021 മന്ത്രിയായി ഈ മാർച്ച് 31 വരെ അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലെ വീഡിയോസ്, ഫോട്ടോസ് അയാൾ എന്താ പറയുക, ഒരു പ്രവർത്തകൻ ആരോ പകർത്തിയെടുത്താണ്ട് അവർക്ക് അയച്ചു കൊടുത്ത 386 ഷർട്ട് നമ്പർ ഇട്ടിട്ട് അങ്ങനെ സ്ക്രോൾ ചെയ്ത് വീഡിയോ ഇട്ട് കാണണം. ആ സഹോദരിമാർക്ക് ആരും അയച്ചു കൊടുത്താണ്. മമ്മൂട്ടിക്ക് ഉണ്ടാവുമോ? ഇത് പറയാൻ പറ്റുമോ മനുഷ്യൻ്റെ അടുത്ത്? ആ പാവങ്ങൾ 100 റുപ്യ ചോദിക്കുന്നു. 100 റുപ്യ ഒന്ന് കൂട്ടിത്തരുമോ? അരി വാങ്ങാൻ, കുട്ടികൾക്ക് മരുന്ന് വാങ്ങാൻ, കുട്ടികൾക്ക് സ്കൂളിലൊരു ബാഗ് വാങ്ങാൻ. അത് നടക്കൂല. നിങ്ങൾ 7000 കൊണ്ട് ജീവിച്ചോളണം. അതാണ് മാറ്റം. തൊഴിലാളി വർഗ പാർട്ടിയെ എവിടെ എത്തി? ഇനിയും സഹാക്കൾക്ക് നേരം വെളുത്തിട്ടില്ലേ? ആരെ കയ്യിലാണ് നിങ്ങളിത് കൊണ്ടുപോയി കൊടുത്തത്? 20 ലക്ഷം റുപ്യ കഴിഞ്ഞില്ല. ഇനി മൂന്നാമത്തത് ബേപ്പൂർ പ്രിന്റഡ് ബ്രോഷർ, ബേപ്പൂർ സർഫിംഗ് പ്രൊമോഷൻ വീഡിയോ, ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് പ്രൊമോഷൻ വീഡിയോ 13,48,000. 13,48,756 റുപ്യ. നിങ്ങളിതിൻ്റെ വിവരാവകാശ പ്രകാരം ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കണം. ഈ 20 ലക്ഷം ചിലവാക്കി 4 ദിവസം ലണ്ടൻക്ക് പോയത് ആരാന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്. ഒറ്റാളുടെ ഇതാ അങ്ങനത്തെ എഴുതിയിരിക്കണം. ഇതൊരു പങ്കെടുക്കുന്നതിന് ഒരാൾക്ക് യാത്ര, അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്, ഒരാൾക്ക് യാത്രാ താമസം. ഇനി പ്രധാനപ്പെട്ട RT ഡെസ്റ്റിനേഷനുകളിൽ QR കോഡുള്ള സൈൻ ബോർഡ് വെക്കാനേ 39,64,800. ഞാൻ കോപ്പി തരാം നിങ്ങൾക്ക്, നമ്മൾ ടൈം കളയുണ്ടല്ലോ. ഇനി അത് പോട്ടെ, പ്രധാന RT എന്താണ് ഈ RT? എനിക്ക് മനസ്സിലായില്ല. ഡെസ്റ്റിനേഷൻ റെസ്പോൺസിബിൾ, അതുപോലെ ഈ ടൂറിസം കേന്ദ്രങ്ങളിൽ വെക്കാൻ പ്രധാന റെസ്പോൺസിബിൾ ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ QR കോഡുള്ള സൈൻ ബോർഡ് വെക്കാൻ. ഇത്ര പോന്ന സാധനമല്ലേ? 50 റുപ്യ 100 റുപ്യ എത്രയും റിയാസിന് അത് സാധനം ഉണ്ടാക്കി എത്ര വരും? അപ്പോൾ സാധാരണ നമ്മൾ ഈ വെക്കുന്ന ഇതിൻ്റെയൊക്കെ മുകളിൽ വെക്കുന്ന സാധനം ഉണ്ടല്ലോ, 150 റുപ്യേൻ്റെ സാധനം, വലിയ ഹോർഡിംഗ് വെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞാൽ 1000-2000 ഒക്കെ വരും.